നീ എന്താ ഈ കാണിച്ചത്? എന്താ എന്റെ കയ്യില്? പൈസയാ? ആ കാശൊക്കെ തരാ? ഇല്ല, ഞാൻ തരില്ല. ഈ കാശ് എനിക്ക് വേണം. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാ. എന്തിനാ നിനക്കിപ്പോ കാശ്? കള്ളു കുടിക്കാനല്ലേ? ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇതുകൊണ്ട് വേണ്ട എന്റെ കൂട്ടാട്ടം. എന്താ ഇവിടെ എന്താ അച്ഛാ? ഭഗീരഥി, നിരീക്ഷിച്ച പോലൊന്നല്ല, ഇയാളിപ്പോ മോഷണം തുടങ്ങിയിരിക്കണു. എന്റെ അറയെ കയറി കാശ് കട്ടെടുത്തു. അങ്ങോട്ട് മാറി നിൽക്കാം. ഉണ്ണി മാറണോ? നീ ഒരൊറ്റ ആള് കാരണ ഇവനെങ്ങനെയൊക്കെ ആയത്. കൊഞ്ചിച്ച് നാടിനും വീടിനും കൊള്ളരുതാക്കി. ഇല്ലത്തിന്റെ മാനം കെടുക്കാൻ പറഞ്ഞ സന്തതി. ഉണ്ണി, കയ്യിന്ന് വിട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ശ്രുതി ഇന്നേ വരെ മറുപടി പറഞ്ഞില്ല. പറയ്. ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചു പോയി, അതുകൊണ്ടാ. വെറുതെ ഭക്ഷണത്തിനും പറയാതെ കൈയെടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. എന്നാ ഒച്ച നോക്കടി. നിനക്ക് ഈ ഉണ്ണിയെ ശരിക്കും അറിയാഞ്ഞിട്ടോ. ഉണ്ണി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നേടിയിരിക്കും, അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. പൊയ്ക്കോടി നീ. പക്ഷെ നീ എന്നേക്കുമായി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താ കുഞ്ഞ ഇതെല്ലാം? ഉത്സവം കൊടിയേറാൻ നാളെ കുറിച്ചു ഏട്ടാ. കുംഭം 15-ന് കൊടിയേറും. കുംഭം 15 എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ 4-5 ദിവസമല്ലേ ഉള്ളൂ വാസേവ. അടുത്ത ബുധനാഴ്ച. ശ്രീദേവി, ഇത് നിന്റെ വിധിയായി കരുതി സമാധാനിക്കണം. ശ്രീദേവി, ശ്രീദേവി, ശ്രീദേവി എന്തിനാ കരയുന്നേ? ഏയ്, ഒന്നുമില്ല. മോളെ ശ്രീദേവി, മോളുടെ കണ്ണെന്താ നിറഞ്ഞിരിക്കണേ? ഇവനെന്താ വല്ല കുരുത്തക്കേടും കാട്ടിയോ? ഏയ്, ഞാനൊന്നും ചെയ്തില്ല. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. പറയ് ശ്രീദേവി, ഞാനൊന്നും ചെയ്തില്ലാന്ന്. ശരിയമ്മേ, ഉണ്ണീട്ടനൊന്നും ചെയ്തില്ല. കണ്ണില് കരട് പോയതാ. ഞാൻ വിചാരിച്ചു ഇവൻ വല്ലതും പറഞ്ഞിട്ടുണ്ടാവൂന്ന്. നീ ഇവനെയും കൂട്ടി ക്ഷേത്രത്തിലേക്കൊന്ന് പോവണം. ഇന്ന് മാത്രമല്ല, എന്നും. ഇനി ഇവനെയും നമ്മളെയും രക്ഷിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. പോകാമേ, ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇനി ഈശ്വരൻ നിശ്ചയിക്കട്ടെ എല്ലാം. പമ്പയിൽ ഗണപതിയേ ഈ കുട്ടി എന്താ കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ നോക്ക? ഞാനില്ലേ ശ്രീദേവിന്റെ കൂടെ കിടക്കാൻ? ഞാൻ നിലത്ത് കിടക്കാം. ആരാത്? എന്താ കുഞ്ഞെ? എന്താ ഈ സമയത്ത്? ആ വാതില് കുറ്റിയിട് കണ്ണാരാ. കുഞ്ഞെ, വാതില് കുറ്റിയിടാൻ.
എന്താ കുഞ്ഞ് എന്തൊക്കെയായി കാണിക്കുന്നത്? എനിക്ക് പകരം വീട്ടണം. എന്നെ ചതിച്ചവരോട് എനിക്ക് മധുരമായി പ്രതികാരം ചെയ്യണം. കുഞ്ഞ് കണാരൻ പേടിക്കണ്ട. ഈ കളപ്പുരയ്ക്കുള്ളിൽ നടക്കുന്നത് ഞാനും കണാരനും മാത്രമേ അറിയൂ. തൊടലും തീണ്ടലും ഞാൻ മറക്കുക. ഈ രാത്രി കണാരൻ എനിക്ക് ബാല്യക്കാരനല്ല. എനിക്ക് വേണം കണാരന്റെ ചോരയിൽ ഒരു കുഞ്ഞ്. കുഞ്ഞ് എന്തൊക്കെയായി പറയുന്നത്? സത്യം, ശരീരത്തിന്റെ ദാഹം അകറ്റാനുള്ള ആവേശം കൊണ്ടല്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ ചതിച്ചവരോട് എനിക്ക് പക തീർക്കാൻ ഈ മാർഗം മാത്രമേ ഉള്ളൂ. അവരറിയില്ല, ആരും അറിയില്ല. പക്ഷെ എനിക്കിന്ന് മനസ്സുകൊണ്ട് ആശ്വസിക്കാം, എന്നെ വഞ്ചിച്ചവരോട് ഞാൻ പകരം വീട്ടിയെന്ന്. അരുതെന്ന് പറയരുത് കണാര. ശ്രീദേവി, 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 ആണെന്നില്ലല്ലോ. ശ്രീദേവി എവിടെ? ശ്രീദേവി, 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 വാതില് തുറക്ക്. ശ്രീദേവി, തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, വാതില് തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, തുറക്ക്. ശ്രീദേവി, ശ്രീദേവി, വാതില് തുറക്ക്. ശ്രീദേവിനോട് ക്ഷമിക്ക് ശ്രീദേവി. എന്നോട് പിണങ്ങി എന്തിനാ ശ്രീദേവി കളപ്പുര വന്ന് കിടക്കുന്നേ? വാ ശ്രീദേവി, എനിക്കൊരു പിണക്കവും ഇല്ല. വാ വാ ശ്രീദേവി. ദേ വന്നില്ലേ ഞാൻ അമ്മേനെയും മുത്തശ്ശനെയും വിളിച്ചു കൂട്ടു. വാ വാ ശ്രീദേവി, വാ. പിണങ്ങല്ലോ ശ്രീദേവി. വാ വാ വാ. അഴലേ ജീവലയം മനസേ, അഴലേ ജീവലയം
രാമൻ നായരെ രാവിലെ വാർത്ത കണ്ടായിരുന്നോ? ഇല്ല, ഒന്നും നോക്കാനുള്ള നേരം കിട്ടിയില്ല. നമ്മുടെ SI ഉദ്ദണ്ഡനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തെന്ന്. അതെന്തിന്? അഴിമതിയും കൈക്കൂലിയും. ഓ ഭഗവാനേ, അയാൾക്ക് ഇത് തന്നെ വരണം. എന്റെ എന്തുമാത്രം ദോശയും വടയും ചായക്ക അയാള് കാശ് തരാത്തുനിന്ന് കുമ്പേ മിറിപ്പിച്ച് പോയത്. ഇതിൽ വേറൊരു രസമുണ്ട് രാമൻ നായരെ. നമ്മൾ അഴിമതി വീരൻ അഴിമതി വിരുദ്ധ വാരാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. എന്തോ ചെയ്യാൻ ഓരോ കാര്യങ്ങളെ. അപ്പൊ ശരിക്കൊരു പണി കിട്ടി. രാമനായരെ എനിക്ക് 2 വട വേണം. ഉണ്ണിയാ, എത്ര വട വേണമെങ്കിലും തരാലോ. ഇരി. ഇന്ന മതിയാ. ഉണ്ണി, നീ ഒരു അച്ഛനാകാൻ പോണെന്ന് കേട്ടല്ലോ. അപ്പൊ രാമനായരും അത് കേട്ടോ?